ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ക്രിസ്മസ് റെസിപ്പി വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അച്ചാറാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2 ആപ്പിൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇൻസ്റ്റന്റ് അച്ചാർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി സൂക്ഷിക്കാത്തതാണ് നല്ലത്. കൂടുതൽ ഉണ്ടാക്കി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, വളരെ പെട്ടെന്ന് പൂപ്പൽ വരും. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 2 ഗ്രീൻ ആപ്പിൾ ആണ്. ഇതിന്റെ പുറം നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് തൊലിയോടെയും തൊലി ഇല്ലാതെ ഉണ്ടാക്കാം, പക്ഷെ ഞാനിവിടെ തൊലിയോടുകൂടിയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. തൊലിയോടുകൂടി ആപ്പിൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ആപ്പിൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി അച്ചാറിന് വേണ്ടത് വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2-3 പച്ചമുളക്. ഇത് അച്ചാറിന് ആവശ്യമായ പൊടികളാണ്: ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, കായപ്പൊടി. ഇനി വേണ്ടത് വിനാഗിരി. ഇനി ആപ്പിള് 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിലെ കുരുവും അതിന്റെ സൈഡിലെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് മാറ്റാം. ഇനി ഒരു ചോപ്പിംഗ് ബോളിൽ വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ആപ്പിൾ ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആപ്പിളിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് പറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കാം. ഉപ്പ് പുരട്ടി കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ആപ്പിൾ കഷ്ണങ്ങളൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടും. ഞാൻ കുറച്ച് തിരക്കായത് കാരണം ഞാൻ ഉപ്പ് പുരട്ടി മാറ്റി വെക്കാനൊന്നും നിന്നില്ല, അപ്പൊ തന്നെ അച്ചാർ ഉണ്ടാക്കി. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവര് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം മൂത്ത് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻഗ്രീഡിയൻസിൽ പറയുന്ന അളവിൽ തന്നെ ചേർക്കണം. ഉലുവപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ കയ്പ്പ് വരും. പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചില ആപ്പിളിലാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും, അപ്പോൾ വിനാഗിരി കുറച്ച് ചേർത്താൽ മതി. അല്ല, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. വിനാഗിരി അതുപോലെ തന്നെ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാർ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വന്ന് അറിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. 2 ആപ്പിൾ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അച്ചാർ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ക്രിസ്മസിന് ഈ അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്യുക. തണുത്തതിന് ശേഷം നമുക്ക് അച്ചാർ കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഇൻസ്റ്റന്റ് അച്ചാറായത് കാരണം നമ്മൾ കൂടുതൽ ദിവസമൊന്നും പുറത്ത് വെക്കരുത്. 5 ദിവസം വരെയൊക്കെ പുറത്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.